ഒരു സ്വതന്ത്ര സംവിധായകനാവുക എന്നത് ഞാൻ ഉൾപ്പെടെ ഇവിടെ കൂടെ പ്രവർത്തിച്ച എല്ലാവരുടെയും ഒരു സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണ്. മറ്റൊന്ന്, ഇവിടെ പാർട്ടി ഇനോഗ്രേഷൻ നിർവഹിക്കുന്ന ഗോപിയേട്ടൻ എനിക്കൊരു 16-17 വയസ്സുള്ള സമയത്ത് അടുത്തറിയാവുന്ന ഒരു എഴുത്തുകാരൻ. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ രചനകൾ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. 27 വർഷം മുമ്പ് ആകാശവാണിയിൽ ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുമ്പാകെ അവതരിപ്പിച്ച ഓണപ്പരിപാടി, ഓണപ്പാട്ടുകൾ 10 പാട്ടുകളിൽ പ്രിയപ്പെട്ട ഗോപിയേട്ടൻ, വേദപ്രം, ഗിരീഷേട്ടൻ തിരിച്ചുപോയി, മലയത്തപ്പുണ്ണി, PP ശിരോണി എന്നിവരുടെയൊക്കെ അന്ന് എനിക്ക് 22-23 വയസ്സുള്ളൂ. ആ സമയത്ത് അവരോടൊപ്പം എനിക്ക് പാട്ട് എഴുതാൻ കഴിഞ്ഞു. അതൊരു മഹാഭാഗ്യമാണ്. ഗോപിയേട്ടൻ്റെ പാട്ടുകളൊക്കെ അന്നും എന്നെ ഒരുപാട് സ്വാധീനിച്ചു. മഞ്ഞവയിലും അവയ്ക്കും മഞ്ചാടി കുന്നിലൊരു ചിങ്ങക്കിളി കൂടുവച്ചത് കണ്ടോ നീ, ചിങ്ങക്കിളി കൂടുവച്ചത് കണ്ടോ നീ. ഇത്തരം മഹാനുഭാവരായ എഴുത്തുകാരാണ് എന്നെപ്പോലുള്ള എളിയ പാട്ടെഴുത്തുകാരെ സ്വാധീനിച്ചിട്ടുള്ളത്. ആ സ്വാധീനം ശ്രീയത്ത് സംഗീതം നൽകിയ എൻ്റെ പാട്ടിലുമുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ ഗുണം ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. കൃത്യമായിട്ട് സാഹിത്യത്തിൻ്റെ ഗുണം ചോർന്നു പോവാതെ അതും കൃത്യമായി ശ്രീയത്തിനോട് വളരെ ശാഠ്യം പിടിച്ചുകൊണ്ടാണ് ഓരോ വരികളും എഴുതി കൊടുത്തത്. എൻ്റെ സംഗീതം കേൾക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത് പ്രിയപ്പെട്ട സുരേന്ദ്രൻ പയ്യാനക്കൽ വന്ന സാക്ഷിയാണ്. അതുകൊണ്ട് അതിൻ്റെ ഗുണം അനുഭവിക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ. ബാക്കി നിങ്ങളാണ്, കേൾവിക്കാരാണ് അറിയേണ്ടത്, അത് അനുഭവിക്കേണ്ടത്, പറയേണ്ടത്. ഒരുപാട് കൂടെ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ സഹകരിക്കുന്ന പാട്ടെടുത്ത് നിർവഹിക്കുന്ന 5ാമത്തെ സിനിമയാണ് പുഷ്പാങ്കത്തിൻ്റെ 1ാം സ്വയംവരം. നേരത്തെ പറഞ്ഞതുപോലെ ജോസ് കൂട്ടക്കര പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ, അതുപോലെ ശ്രീ സുരേന്ദ്രൻ പയ്യാനക്കൽ, അദ്ദേഹം ഒരു സ്വതന്ത്ര സംവിധായകനെ കാണുക എന്നുള്ള ആഗ്രഹം 25 വർഷം മുമ്പേ ഞാൻ പ്രവർത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒരു ടെലിഫിലിമിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടാണ് തുടങ്ങുന്നത്. എനിക്ക് അതിൻ്റെ ഓർമ്മ കരുണ എന്ന ഒരു ടെലിഫിലിമായിരുന്നു. അന്ന് കുക്കു സിംഗ്, ഇപ്പോൾ ആരും കേട്ടിട്ടൊന്നറിയില്ല, കുക്കു സിംഗ് എന്ന നടിയായിരുന്നു നായിക. ആ ടെലിഫിലിമിൻ്റെ PRO ഞാനായിരുന്നു. അത് ചെറുപ്പകാലത്താണ്. സിനിമ